നമ്മുടെ മൊബൈലിലേക്ക് നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ, നമ്മുടെ സുഹൃത്തുമായി ഇരിക്കുന്നതിന്റെ ഇടയിൽ ഉമ്മാന്റെ കോള് വന്നാൽ എന്ത് ചെയ്യും? ഒരു വട്ടം വന്നാൽ നമ്മൾ കട്ട് ചെയ്യും, രണ്ടു വട്ടം വന്നാൽ കട്ട് ചെയ്യും, മൂന്നാമത്തെ വട്ടം വന്നാൽ എന്ത് ചെയ്യും? എന്താ നമ്മൾ ചോദിക്കുക? ഫോണിൽ എടുത്തിട്ട് എന്താ ചോദിക്കുക? നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? എത്ര നേരം ഇങ്ങനെ വിളിക്കുന്നത്? നമ്മൾ അത് ആരോടാ ചോദിക്കുക? നമ്മളത് ചോദിക്കുക ആരോടാ? നമ്മുടെ ഉമ്മാനോട് നമ്മൾ ചോദിക്കുക. നമ്മുടെ ഫ്രണ്ട്സ് വിളിച്ചിട്ട് ഒരു രണ്ടു വട്ടം വിളിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് മൂന്നാമത്തെ വട്ടം വിളിച്ചിട്ട് കട്ട് ചെയ്താൽ എന്താ ചങ്ങ എന്തിനാ ഈ വിളിച്ചതെന്ന് നമ്മൾ ചോദിക്കും. പക്ഷെ അവനോടുള്ള ഒരു സ്നേഹവും കരുതലും പോലും നമ്മുടെ ഉമ്മ വിളിച്ചാൽ നമുക്ക് ഉണ്ടാകൂല. അതുകൊണ്ടാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഒരു നല്ല മക്കൾ മാതാപിതാക്കളോട് നന്മ ചെയ്യാന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനമായി അവരോട് സ്നേഹത്തോടു കൂടി പെരുമാറലും, അവർക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ അവർ ചോദിച്ചതിന് മറുപടി പറയുമ്പോൾ ഒരിക്കലും ശബ്ദം ഉയർത്തിക്കൊണ്ട് അവരോട് സംസാരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത്. എന്നിട്ട് പറഞ്ഞെന്തറിയും? വലാ യർഫഉ സൗത അലൈഹിമ, ഒരിക്കലും അവരെ ഒച്ചത്തിൽ വിളിച്ച് അവരെ വേദനിപ്പിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ബൽ യകൂനു ബൈന യദൈഹിമ മിസ്ലൽ അബ്ദി ബൈന യദി സയ്യിദി തദല്ലുല ലഹുമ. ഒരു യജമാനന്റെ മുന്നിൽ ഒരടിമ എങ്ങനെയാണോ നിൽക്കുന്നത്, അത്ര വിനയത്തോടുകൂടി താഴ്മയോടുകൂടി നമ്മുടെ മാതാപിതാക്കളുടെ മുന്നിൽ നിൽക്കണമെന്നാണ് മഹാരഥന്മാരായ പണ്ഡിതന്മാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പഠിപ്പിച്ചുകൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്നത്.